ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായണം ബാലകാവ്യം. നാരീമണിയായ ചാരുരൂപാദേവി നാൻമുഖലോകം ഗമിച്ചതിൻ ശേഷം ആഞ്ജനേയൻ തിരിച്ചാശ്രമം പോകി കാലനേമി തന്നരികിലായെത്തി. ലോഹ്യം പറഞ്ഞ ചിരിപൂണ്ട വടുവിനെ ക്രോധാഗ്നിയായി ജ്വലിച്ച കപിവരൻ താടനം ചെയ്തങ്ങർക്കതനൂജൻ തന്നാലയം തന്നിലെത്തിച്ചു വേഗേന. പിന്നെ ഋഷഭാദ്രിയിൽ ചെന്ന് മാരുതി ഭൈഷജമേതുമേ കാണായിക മൂലം തൻ കൈകളാൽ ശിഖരിയെ പൊക്കിയെടുത്ത് സംഗ്രാമഭൂമിയിലെത്തിച്ചു വേഗം. ഭേഷജത്തിൻ ഗന്ധമേറ്റ നേരം തന്നെ രാക്ഷസക്കൂട്ടം ഹനിച്ച വാനര സ്വാപത്തിൽ നിന്നുണർന്നെഴുന്നേറ്റതുപോലെ ഊർജസ്വലരായി തീർന്നങ്ങാവേശം പൂണ്ടു. മേഘനാഥവധം. അർക്കസുതന്റെയും ഇന്ദ്രപൗത്രന്റെയും ആജ്ഞപ്രകാരേണ ശാഖാമൃഗങ്ങൾ എത്രയും വേഗേന വന്നി ജ്വലിപ്പിച്ച് വിച്ഛന്തകമാകെ ഭസ്മീകരിച്ചു. ആന കുതിര കാലാൾപ്പട എന്നിവർ തൻ ദീനത പൂണ്ട നിതാദം ശമിച്ച് ദശമുഖതനൂജനാം കുംഭകർണന്റെ തനയരെ ആഹവം ചെയ്യാനയച്ചു. കുംഭനികുംഭരും മറ്റു രക്ഷോഗണങ്ങളും അന്തകൻ തൻ ഗേഹേ എത്തിയ കാര്യം ജമ്പാരി വൈരിയറിഞ്ഞ ക്ഷണം തന്നെ ഖരനന്ദനൻ തന്നെ അയച്ചു പടയൊത്ത്. അജഗരതുല്യമാം വിധികങ്ങളെയ്ത് ഖരസുതനങ്ങു പാഞ്ഞടുക്കും നേരം അനലാസ്ത്രം കൊണ്ടു കണ്ഠം ഛേദിച്ച് ആതിഥേയർക്ക് തുണയായി രാമൻ. ഖരസുതൻ മകരാക്ഷനത്യയം പ്രാപിച്ചെന്നറിഞ്ഞ് പങ്ക്തിമുഖൻ വന്യജ്വാലയായി പ്ലവകവർഗത്തോടു പൊരുതാനായി സത്വരം പുറപ്പെടും നേരം തൻ തനയൻ കഥിച്ചു. അരുതരുത് താതാരണ ഭൂവിലെത്തി ഞാനുടൻ തന്നെ അരികളെ നിഗ്രഹം ചെയ്ത് തിരികെ വന്നെത്തി ഝടിതിയിൽ തന്നെ അവിടുത്തെ ദുഃഖം പരിത്യജിച്ചിടുക. കാലനേമിയുടെ പുറപ്പാട് തുടർച്ച. അവരോധം തന്നിൽ നീ വിശ്രാന്തി കൊണ്ടിട്ട് പരിതുഷ്ടിയോടെ വസിച്ചുകൊള്ളുക. നിപുണരാം സേനകൾക്കൊത്ത് ഞാൻ പോകുന്നു, അനുഗ്രഹം തന്നു തുണച്ചിടേണം. ഇതുവിധമുര ചെയ്ത മേഘനിനാഥനങ്ങഭിനിര്യാണം ചെയ്ത് രണഭൂവിലെത്തി വിശിഖങ്ങൾ വർഷിച്ച് പ്ലവകവർഗങ്ങളെ ഝടിതിയിൽ കൊല ചെയ്തൊടുക്കി വേഗം. പിന്നെ മേഘനാഥൻ ശിംശപാവൃക്ഷത്തിൻ കീഴേയിരിക്കുന്ന ദേവിയെ, മൈഥിലി ദേവിയെ തന്മണ്ഡലാഗ്രം കൊണ്ട് വെട്ടിമുറിച്ച് കുണ്ഠത തീർത്ത് മരുവീക്ഷണം തന്നെ മയ്യഴിയാളുടരോദനം കേട്ടങ്ങുൾത്താപം പൂണ്ടങ്ങഞ്ഞനാ തനയൻ മറ്റു മർക്കടരോടൊപ്പം നടന്നു വേഗേന മൈഥിലേ കാന്തനെയും ദന്തമറിയിക്കാൻ. രാവണ സോദരൻ വിഭീഷണനും ക്ഷണമാഗമിച്ചിട്ട് കാതര്യം പൂണ്ടപ്പോൾ സാരസനയനാം സീത തൻ വൃത്താന്തം കേട്ടവൻ സ്മേരത്താലിത്തം കഥിച്ചു. ലോകജനനിയായ മൈഥിലി ദേവിയെ ആരാലും കൊല്ലുവാനൊക്കില്ല നിർണയം. മായാവിയായ മേഘനീനാഥനങ്ങാച്ഛാദനം ചെയ്ത് സൃഷ്ടിച്ചതത്രേ. മേഘനീനാഥൻ നിഘുംബിലയിൽ ചെന്ന് ഹോമം തുടങ്ങിയിരിക്കുന്നു നിർണയം. ഹോമശക്തി അവൻ ആർജിക്കും മുമ്പേ ഹോമവിഘ്നം വരുത്തിയിടേണം നമ്മൾ. ഇത്തം പറഞ്ഞ വിഭീഷണനൊത്ത് ലക്ഷ്മണനും പിന്നെ മർക്കട സൈന്യവും എത്രയും വേഗം നടന്ന് സ്വച്ഛന്തമായെത്തി നിഘുംഭിലയിൽ. ഉർവീരുഹങ്ങളും മലയും കല്ലുകളുമെല്ലാം എടുത്തു കപികൾ തുരുതുരെ കർപ്പുരന്മാരുടെ നേരെ എറിഞ്ഞപ്പോൾ നിർഭരമുറ്റത്താൽ ബാണങ്ങളെയ്തവർ. അന്നേരം ലക്ഷ്മണൻ തന്റെ അരികെ നിന്നിടും തൻ പിതൃസോദരനെ കണ്ടങ്ങുൽഗാഢ രോഷത്താൽ ഇന്ദ്രജിത്ത് ക്ഷണം ചൊല്ലി ഇതുവിധം വിഭീഷണൻ തന്നോട്.
നിൻ പുത്രന്മാരെയും മിത്രജനത്തെയും നിഷ്ഠൂരമായിട്ട് നിഗ്രഹം ചെയ്ത് പ്രത്യർത്ഥികൾക്ക് നീ ചേടകനായി നിഷ്കർഷയോടെ വർത്തിച്ചിടുന്നു.